സിമ ഹാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു ഈദിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീറ്റാണ് വെച്ചത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇടുന്നത് ന്യൂബൻ്റെ സോഫ്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ റിയൽ ബേസിൻ്റെ ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാത്തവരിലേക്ക് പോയി കാണാം. നമുക്കിതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മാലിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ റോസ് ഗോൾഡിൻ്റെ ഇയറിങ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് അതും കൂടി ഒക്കെ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇടാം. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അധികം ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ആക്കൽ. നമുക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പം എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. നമ്മുടെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫ്രൈ ആണ് ആക്കേണ്ടത്. അതിനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക്, പച്ചമുളക് പേസ്റ്റ്, ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി ഇരുമ്പിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചൂടായതിന് ശേഷം ഈ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി ബിരിയാണി ദമ്മിടാനുണ്ട്, അതിൻ്റെ പരിപാടിയാണ്. അതിന് നമ്മൾ കാഷ്യൂ കിസ്മിസെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അത് ചോറിന് മുകളിലേക്ക് ഇട്ട് ദമ്മിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കോക്കനട്ടിൻ്റെ പായസമാണ്, ഡബിൾ ഹോഴ്സിൻ്റെ. അതിന് 2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ആ പാല് ചൂടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയും വേണ്ട. പിന്നെ ഒരു 20 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ചാൽ അത് നന്നായി വെന്ത് കിട്ടും. അങ്ങനെ നമ്മളെ പായസമെല്ലാം റെഡിയായി. ബിരിയാണി ദമ്മിട്ട് ബിരിയാണി റെഡിയായി. ചിക്കൻ ഫ്രൈയും എല്ലാം സെറ്റായി. പിന്നെ നമ്മൾ പായസത്തിലേക്ക് കശുവണ്ടിയിലൊന്ന് വറുത്തിട്ട് കൊടുക്കുക വേണ്ടത്. അങ്ങനെ അതെല്ലാം ചെയ്ത് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഒരു 1:30 മണി അങ്ങനെയെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ബസ്സിനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം പിന്നെ നല്ല ഡാൻസും നിമ്മൾ കുറച്ച് ഫ്രണ്ടോട്ട് വന്നേ. മൊത്തത്തിൽ എല്ലാവരുമായിട്ട് ഒച്ചപ്പാടും ബഹളം തന്നെ. അങ്ങനെ സ്വന്തം ചാനൽ TV-യിൽ കണ്ട് എല്ലാവരും ഇരുന്ന് ആസ്വദിച്ച് ഓരോ ആക്ഷനിലാണുള്ളത്. അങ്ങനെ അവരിങ്ങനെ ആസ്വദിച്ച് ഭയങ്കര കോമഡി അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ കണ്ണൂർ ബാനൂസ് റിസോർട്ടാണ്. ഇവിടെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്, അവിടത്തേക്കാണ് പോയത്. അപ്പോൾ അവിടെ അടിപൊളി പുഡിങ്ങും കാര്യങ്ങളും ഗിഫ്റ്റൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം.